ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്നത് മസാലപ്പുട്ടാണ് കേട്ടോ. ഇതാണെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പിന്നെ കറിയും വേണ്ട, ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ പുട്ട് കുഴച്ച് വയ്ക്കുക, പുട്ടുപൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, ചെറിയുള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ചില്ലി ഫ്ലേക്സും ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ചില്ലി ഫ്ലേക്സും ഇടാറുണ്ട്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാറുണ്ട് കേട്ടോ. എന്നാലാണ് പുട്ടിന് കുറച്ച് കളർ കിട്ടുള്ളൂ. ആ മിക്സ് നമ്മൾ പുട്ട് കുഴച്ച് വെച്ചില്ലേ അതിലേക്ക് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും തേങ്ങ ഇട്ടിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പുട്ടിൻ്റെ മിക്സ് റെഡി കേട്ടോ. എന്നിട്ട് സ്റ്റീം ചെയ്ത് എടുത്ത് കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അതിൻ്റെ ഇടയിൽ കച്ചറക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേസ്റ്റ് ഈ സമയമാകുമ്പോൾ വരും, അപ്പോൾ നമ്മളത് കൊണ്ടു കൊടുക്കും കേട്ടോ. ഇന്ന് ഞാൻ കൊണ്ടു കൊടുത്തില്ല, നൈനുവിന് സ്കൂളില്ലാത്തതുകൊണ്ട് അവളെ പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്നും നൈഹുവിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് 10 മണിക്ക് നമുക്ക് വെൽഫെയർ മീറ്റിന് പോകണം കേട്ടോ. അപ്പം നാളെ സാധാ ഒരു കുർത്തയൊക്കെ ഇട്ടാൽ മതി. അതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീർത്തു കേട്ടോ. ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കറി വെക്കാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ റെഡിയായി. ഇതെൻ്റെ അനിയത്തിയുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഷെയ്പ്പാക്കാണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ഷെയ്പ്പൊക്കെ ആക്കി കേട്ടോ. പിന്നെ നമ്മൾ ഒരുങ്ങി റെഡിയായി. പിന്നെ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ, അതൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കിനും നമ്മൾ അവിടെ എത്തി. 10 മണിയായപ്പോഴേക്കിനും ബസ് വന്നു. അവിടെ എത്തി ഓരോന്ന് എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. ഒന്നും വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല. പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ കിട്ടിയിട്ടോ. അടിപൊളിയായിരുന്നു അന്നത്തെ കഴിക്കൽ. ബോണ്ടിയും ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഭയങ്കര ലേറ്റായി, 12:30 ആയിട്ടോ. ഞാനാണെങ്കിൽ കറിയൊന്നും വെക്കാതെ പോയത്. വന്നതും പെട്ടെന്ന് ഞാൻ നമ്മുടെ ഉണക്കപ്പയർ കുക്കറിൽ വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴേക്കും നൈഹുവിൻ്റെ ബസ് വരേണ്ട ടൈമായി. അവളെ വിളിക്കാൻ താഴത്തേക്ക് പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ ഒതുക്കിയിട്ടാട്ടോ ചെറുപയറല്ല ഉണക്കപ്പയർ വെക്കണത്. തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്താൽ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇന്നലത്തെ നമ്മുടെ പോർക്ക് വരട്ടിയത് ഉണ്ടായിരുന്നു കേട്ടോ. നൈഹു കഴിക്കും. നൈഹുവിന്, എൻ്റെ മക്കൾക്ക് പിന്നെ ഇത് പോർക്കാണോ ബീഫാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ചിക്കൻ അല്ലാന്നറിയാം, അതുകൊണ്ട് അവർ കഴിക്കൂട്ടെ. എൻ്റെ അമ്മ പണ്ട് ഞങ്ങളെ പറ്റിച്ചത് ഓർമ്മയുണ്ട് കേട്ടോ. പശുമ്പാലാ പറഞ്ഞിട്ട് എരുമപ്പാൽ കൊണ്ടു തരും. പിന്നെയല്ലേ മനസ്സിലായത് അത് എരുമപ്പാലാണെന്നും. എരുമപ്പാലിന് വലിയ ടേസ്റ്റ്, അതായത് ഈ പശുമ്പാലും തമ്മിൽ നോക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും കുറവൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് എരുമപ്പാലെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ പോലെയാണ്. നല്ലതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലത് നായ്ക്ക് ചേരില്ല എന്നാണല്ലോ. ഇപ്പം ഞാനത് എൻ്റെ മക്കളോടാണ് പറയണത്. പിന്നെ നമ്മൾ കുറച്ച് മാങ്ങ ഇരിക്കണ്ടായിരുന്നു, അല്ല കുറച്ചല്ല, ഒരു മാങ്ങാപ്പാടം ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 1 കിലോ മാങ്ങയ്ക്ക് ഇപ്പോൾ 200 രൂപയാണ്. ആദ്യം 50 രൂപ കൂടി 250 രൂപയായിരുന്നു. ആകെ ഒരു മാങ്ങ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു മാംഗോ ബാർ ഉണ്ടാക്കാമെന്ന്. അതിൽ ചോക്ലേറ്റൊക്കെ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ ഉമേഷാണെങ്കിൽ ചില്ലി ചിക്കനും മീൻ വറുത്തൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറുണ്ടും. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് പോയി പാത്രമൊക്കെ കഴുകി അങ്ങനെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ശരി.